ദീപാരാധനയുടെ സമയം അസ്തമയത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ പറയുക. അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അസ്തമയം എപ്പോഴാണോ ആ സമയത്താണ് ദീപാരാധന നടക്കുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ സന്ധ്യയായി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒഴിഞ്ഞിടൂലേ? അപ്പോൾ ഗുരുവായൂരപ്പനും ഒരു ചെറിയ കുട്ടിയായി കണ്ടു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ എന്തെങ്കിലും കണ്ണൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിലോ അലങ്കാരമൊക്കെ കണ്ടിട്ടോ എന്ത് ഭംഗിയാന്ന് ഗുരുവായൂരപ്പനെ കാണാമെന്ന് ആരെങ്കിലും പറഞ്ഞ് കണ്ണ് തട്ടിയിട്ടുണ്ടെങ്കിലോ അപ്പം അങ്ങനെയും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ദീപാരാധന സമയത്ത് ഭഗവാനെ ഒഴിഞ്ഞിടുന്നതാണെന്ന് അങ്ങനെ പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സങ്കല്പം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ദീപാരാധന വരുന്നത്. ദീപാരാധന കണ്ടു തൊഴുന്നത് ആ ഒരു സമയത്ത് ഭഗവാൻ മോഹന രൂപനായിട്ടായിരിക്കും. അതായത് ദാമ്പത്യ സുഖത്തിനും കലഹങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി കലഹങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദീപാരാധന കണ്ടു തൊഴുന്നത് വളരെ ഉത്തമമാണെന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഉദയാസ്തമന പൂജയുടെ പിറ്റത്തെ ദിവസമാണെങ്കിൽ ദീപാരാധനയ്ക്ക് ശേഷം ശ്രീഭൂതബലി ഉണ്ടായിരിക്കും. ശ്രീഭൂതബലി കണ്ടു തൊഴുന്നത് സന്താന സൗഭാഗ്യം